ഹായ് ഫ്രണ്ട്സ്, ഞായറാഴ്ചയായിട്ട് ഒന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ പണികളൊക്കെ കഴിച്ച് വെക്കുകയാണ്. പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വീടിൻ്റെ അടുത്തുള്ള ചേച്ചി വന്നു കേട്ടോ, അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കാനായിട്ട് അവിടെ ശ്രീകുട്ടിയുടെ മുടി വെട്ടുന്നുണ്ട് കേട്ടോ. ഇത് വെറുതെ വെട്ടിയതല്ല, കുട്ടിയുടെ മുടി മൊട്ടടിച്ചപ്പോഴുള്ള സന്തോഷമാണ് കേട്ടോ കണ്ടത്. കുനെ ഞാൻ ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും മാമൻ്റെ വീട്ടിൽ നിന്ന് മാമനും അമ്മായി മാമൻ്റെ മോളും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ, അപ്പം അമ്മേനെ കാണാൻ വന്നതാണ്. വീടിൻ്റെ പിന്നിൽ 2 പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്ലാവുമ്മ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 ചക്കയും കുറച്ച് ഇടിച്ചക്കയൊക്കെ ഇട്ടു കേട്ടോ മാമനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മണിക്കുട്ട ഇടിച്ചക്ക കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. മാമനും അമ്മായിയൊക്കെ കാറിലാണ് കേട്ടോ വന്നത്. ചക്ക വണ്ടിയുടെ ബാക്കിൽ വെക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പേപ്പർ കൊണ്ട് ചക്കയുടെ ഞെട്ടി പൊതിയാണ്, അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ അതിൻ്റെ മുളഞ്ഞാവില്ലേ, അപ്പോൾ അതൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി കേട്ടോ. അനിയേട്ടാ അത് പൊതിയുമ്പോൾ ഞങ്ങളത് നോക്കി നിന്നു. ചേട്ടനും നീതു ചേച്ചിയും കൂടിയിട്ട് അത് കാറിൽ കയറ്റിയിട്ടോ. മണിക്കുട്ടൻ പിന്നാലെ ഉണ്ട്. ഞാനും അത് വണ്ടിയിൽ കയറ്റണ സമയത്ത് പിന്നാലെ പോയിട്ടോ. ഞാൻ ചക്ക കയറ്റാനൊന്നല്ല കേട്ടാ പോയത്. ഞാൻ ഇവര് ചക്ക കയറ്റണത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. അനിയേട്ടൻ വിചാരിച്ചു ഞാൻ ചക്ക കൈ പിടിച്ചിട്ടാ വന്നേക്കണത് എന്ന്. നീ വീഡിയോ മാത്രം എടുത്തിട്ടുള്ള ചക്ക എടുത്തിട്ടില്ലേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആള് പോണത്. എല്ലാവരും അമ്മേനെ കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അമ്മേനെ കാണാൻ വന്നത് വേറെ ഒന്നല്ല, അമ്മയുടെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മയുടെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞു എന്ന്. അപ്പോൾ അതറിഞ്ഞപ്പോൾ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അവരൊക്കെ. മാമൻ്റെ വീട് കൊടകരയാണേ. ഇനി വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ വെക്കേഷന് പിള്ളേരേനെയും കൊണ്ടിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടാണ് കേട്ടോ മാമൻ പോണത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവരേനെ യാത്രയാക്കി ഞങ്ങൾ പോവാനുള്ള പുറപ്പാട് നോക്കുകയാണ്. എൻ്റെ വീട് മുണ്ടത്തിക്കോടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരമില്ല മുണ്ടത്തിക്കോട്ടയ്ക്ക്. അതിൻ്റെ ഇടയിൽ ശ്രീകുട്ടനും ദേവട്ടനും ഒരു സ്റ്റണ്ട് കഴിഞ്ഞു കേട്ടോ, മുന്നിൽ ആരായിരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പോവുകയാണ്. ക്ക് പോണത് വേറെ ഒന്നിനല്ല, അവിടെ മോട്ടർ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മളിവിടെ എത്തി. അനിയേട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അനിയേട്ടൻ ഒരു ഇലക്ട്രീഷ്യനാണ് കേട്ടോ. വന്നപാടെ ആക്കും അമ്മയുടെ ഒക്കത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ മഴച്ചാറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴച്ചാറിൽ കൊണ്ടിട്ടാണ് തലയിൽ കുഞ്ഞു കൈയൊക്കെ വെച്ചിട്ട് വരുന്നത് കേട്ടോ. കുറച്ചു നേരം വീട്ടിലൊക്കെ ഇരുന്ന് ഞങ്ങൾ പോവാൻ നോക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്നൊന്നുമില്ല, ദേവട്ടന് പരീക്ഷയാവാറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വേഗം പോവുകയാണ്. എൻ്റെ ഇടയിൽ അക്കുവിൻ്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അക്കുവിൻ്റെ എടുത്തിട്ട് അമ്മ വരികയാണ്, അമ്മ യാത്ര പറയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള കോറിയാണ് കേട്ടോ. കുറച്ച് ദൂരം പോന്നു കഴിഞ്ഞാൽ കനാലൊക്കെ ഉണ്ട്. വാഴാനിന്ന് വെള്ളം വിടുന്ന കനാലാണ്. നല്ല വേനലൊക്കെ അല്ലേ, അപ്പോൾ കനാലിൽ വെള്ളം വിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുടുംബശ്രീക്ക് വന്നു. കുടുംബശ്രീയിലെ ചേച്ചിമാർ നല്ല കണക്കെഴുത്താണ്. ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ശ്രീകുട്ട അലമ്പാണ്. എന്താ പറയണേന്നുള്ളത് നമുക്ക് കേൾക്കാട്ടാ. കുട്ടിക്കൊന്നും കുറുക്കൊന്നും വേണ്ടെന്നാണ് കുട്ടി പറയണത് കേട്ടോ. അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം കുട്ടിക്ക് അത് വേണമെന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്.